ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. അവരാദ്യം ഔട്ടായി പോയി. വേറെ നന്നായി ഡാൻസ് കളിക്കുന്ന കുറെ ആൾക്കാർ ആദ്യം ഔട്ടായി പോയി. മോശമായി കുറച്ച് മോശമായി പോയി, മനസ്സിലായല്ലോ അല്ലേ? കാഴ്ചവെച്ചത് സ്കിറ്റ് ആയിരുന്നു. അത് തന്നെയാണ് അവരുടെ സ്ട്രോങ് ഇതും. അവർ ഇംപ്രവൈസ് ചെയ്ത് നന്നായിട്ട് അവർ സ്റ്റേജ് ഹാൻഡിൽ ചെയ്യുന്ന അമ്മയും മകളും തന്നെയാണ്. ആ കയ്യും തന്നെ. പക്ഷെ അന്നത്തെ ദിവസം അവർ ചെയ്ത പെർഫോമൻസ് ബിലോ ആവറേജ് ആയിരുന്നു. ഏറ്റവും അടുത്ത കോമഡിയും ടൈമിംഗ് തെറ്റിപ്പോവുക, മറന്നു പോവുക, ബ്ലബ്ലബ അടിക്കുക, ഇതൊക്കെ അവർ സ്റ്റേജിൽ സംഭവിച്ചു. ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഈ ഷോയുടെ ഇൻ ബിറ്റ്വീനിലെന്തോ നിങ്ങൾ തന്നെ വേറൊരു ഇപ്പൊ കിട്ടിയവർക്ക് ഫസ്റ്റ് അവർക്ക് കൊടുക്കും എന്നൊരു പ്രോമിസ് ചാനലിന്റെ സൈഡിൽ നിന്നും കൊടുത്തിരുന്നു. എന്റെ കർത്താവേ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. ചാനൽ സൈഡിൽ ആര് കൊടുത്തു? ചാനൽ കൊടുത്തു അവർക്ക്. അതായത് പബ്ലിക് ആയിട്ട്. അതേ ഒളിച്ചും പാത്തും അല്ല, ഒളിച്ചും പാത്തും തന്നെ ആ ഫസ്റ്റ് ഇരിക്കുമ്പം എല്ലാവർക്കും ഒരു നടനെയല്ലല്ലോ ഇഷ്ടം. ഇപ്പൊ മറ്റു നടനെ ഇഷ്ടമാകുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് കിട്ടും, അങ്ങനെ ഒരു പ്രതീക്ഷ കൊടുക്കും. പക്ഷെ ചിലപ്പോ കിട്ടില്ല. ഒത്തിരി നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു സ്റ്റേജ് തന്നെയായിരുന്നു അവരിന്ന്. തൊട്ട് ഒരു 5 മിനിറ്റ് മുമ്പ് അവർ പറഞ്ഞതാണ്, ഓക്കെ ഈ സ്റ്റേജാണ് എന്റെ ജീവിതത്തിലെ ഇത്. ഈ നിൽക്കുന്ന 5 പേരും എനിക്ക് എന്റെ ഫാമിലി പോലെയാണ്. നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഈ വക കുറുമ്പൊക്കെ എവിടുന്നാ പഠിച്ചേ? അതൊക്കെ എന്റെ ചോരയിലുള്ളതാ എന്നൊക്കെ പറഞ്ഞ ആള് ഒരു 5ാമത്തെ സ്ഥാനമാണ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് വാക്കൗട്ട് ചെയ്ത് പോകുന്നത്. അത് ഞാൻ ഇപ്പോഴും അത് വളരെ, എനിക്ക് ഒരു മടിയില്ല അത് പറയാൻ. ഒരു കലാകാരനും കലാകാരിയും അത് ചെയ്യാൻ പാടില്ല. കുടിക്കുക, തല്ലും പിടി ഉണ്ടാക്കുക. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? എന്നിട്ട് നമ്മുടെ ഇന്റർവ്യൂല് വന്നപ്പം അവര് ശ്വേതാജിയുടെ അടുത്ത് മാപ്പ് ചോദിക്കുന്നു. അവരുടെ ശ്വേതാജിയുടെ അടുത്തല്ലല്ലോ മാപ്പ് ചോദിക്കേണ്ടത്. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. കലാകാരനും കലാകാരിയും അങ്ങനെ ഒരു നമ്മളെ വളർത്തിയ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ നമ്മൾ കാല് വെച്ച സ്റ്റേജിനെ ഡിസ്റെസ്പെക്ട് ചെയ്ത് പോകുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അതുപോലെ കൂടെ നിൽക്കുന്ന ആള്. ഇപ്പം നമുക്ക് തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ചേച്ചിക്ക് ഒരു സമ്മാനം കിട്ടുന്നത് അവിടെ നിന്ന് കണ്ട് അഭിനന്ദിക്കാന്ന് പറയുന്നത് ഒരു കലാകാരിയുടെ കലാകാരന്റെ ലക്ഷണമാണ്. അല്ലാണ്ട് മുഖം തിരിച്ച് ആർക്കാണ് സമ്മാനം കിട്ടിയത് കാരണം അവർ പറയുന്നുണ്ട്, എന്റെ അത്രയും അടുത്ത സുഹൃത്താന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് കിട്ടിയോ ഇല്ലയോ, ആർക്കാണ് 1ാം സമ്മാനം, എന്താണ്, ഇതൊന്നും അറിയാൻ നിൽക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് എനിക്കത് ഒരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല. TV റിയാലിറ്റി ഷോയിലൊക്കെ പോയി ഫ്ലാറ്റ് ഒക്കെ സമ്മാനം കിട്ടിയ ഒരു കഥയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. എലിമിനേഷൻ റൗണ്ടിൽ പുറത്തായതിന്റെ ഷോക്കാ കുട്ടിക്ക്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.